ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പവർ ആംപ്ലിഫയർ ആണ് സർവീസിന് എടുത്തിരിക്കുന്നത്. ഒരു 4 ചാനൽ ആംപ്ലിഫയർ ആണ്. ഇത് FP10000Q എന്ന മോഡലാണ്. അപ്പം ഇത് MXADയുടെ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറേ ഡിപ്പ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രിഡ്ജ്, അതേപോലെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ, പീക്ക് വോൾട്ടേജൊക്കെ ലിമിറ്റ് ചെയ്യാൻ ഈ ഡിപ്പ് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4 ഇൻപുട്ടുകളും അതേപോലെ 4 സ്പീക്ക് ഓൺ ഔട്ട്പുട്ടുകളും സ്പീക്കറിനും ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ചാനലും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിഡ്ജ് എടുക്കുമ്പോൾ ഏതെടുക്കണമെന്നൊക്കെ, ഏത് സ്പീക്കർ ഉപയോഗിക്കണമെന്നൊക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനലാണ്. ഇതിലെ ചാനൽ ഡിക്ക് മാത്രമേ ഉള്ളൂ കംപ്ലൈൻറ്റ്, ബാക്കി 3 ചാനലും വർക്കിംഗ് ആണ്. അപ്പം ഇതെന്തോ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഓരോ സ്വിച്ചിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പീക്ക് വോൾട്ടേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഓരോന്നും വായിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പം നമ്മൾ ആംപ്ലിഫയർ തുറന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ SMPS സെക്ഷൻ. ഇത് ഈ ഓരോ ചാനലിൻ്റെ ഓരോ ബോർഡുകളാണ് കാണുന്നത്. ഇപ്പോൾ ഈ മുകളിലായിട്ട് കാണുന്ന ഒന്ന് B ചാനലും ഒന്ന് D ചാനലുമാണ്. ഇത് നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്റേഴ്സാണ് DC സൈഡിൽ. ഇതാണ് അതിൻ്റെ SMPS ട്രാൻസ്ഫോമർ. ഇത് സ്വിച്ചിങ് ഭാഗമാണ്. SMPSൻ്റെ പ്രൈമറി സെക്ഷനാണ്. അപ്പം നമ്മുടെ D ആംപ്ലിഫയറിൻ്റെ ബോർഡിനാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഉള്ളിലായിട്ട് 4 കൂളിംഗ് ഫാനൊക്കെ കാണാം. ഹെവി ആയിട്ടുള്ള കൂളിംഗ് ഫാനാണ്. അതേപോലെ നമ്മുടെ ഹീറ്റ് സിങ്ക് കോപ്പറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കോപ്പർ ഹീറ്റ് സിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ DC സപ്ലൈ കയറുന്നത്. അതേപോലെ സ്പീക്കർ ഔട്ട്പുട്ടൊക്കെ സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് B ചാനലിൻ്റെ ബോർഡാണ്. ഈ കാണുന്ന B ചാനലിൻ്റെ ബോർഡാണ്. B ചാനലിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് B ചാനലാണ്. അതിൻ്റെ അടിയിലായിട്ടാണ് A ചാനൽ വരുന്നത്. ഇത് D ചാനലിൻ്റെ അടിയിലായിട്ട് C ചാനലും ബോർഡും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുകളിലത്തെ കവർ അഴിച്ച് കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പം നമുക്ക് D ചാനലാണ് കംപ്ലൈൻറ്റ്. അപ്പം നമ്മൾ നേരിട്ട് ചെക്കിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ D ചാനലിലെ ഡയോഡ്, അതേപോലെ സ്വിച്ചിങ് മോസ്ഫെറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണ്. നമ്മളെ സ്വിച്ചിങ് മോസ്ഫെറ്റ് എല്ലാം ഷോർട്ടായിട്ടാണ് നമ്മൾ മീറ്റർ വെച്ച് നോക്കുമ്പം ഷോർട്ട് റീഡിങ്ങാണ് കാണിക്കുന്നത്. അതേപോലെ ഇത് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ അതും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. മൾട്ടിമീറ്റർ വെച്ച് റീഡിങ് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. എല്ലാ ട്രാൻസിസ്റ്ററുകളും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇനി അതിൻ്റെ ഓരോ കാലുകൾ ഇളക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ ട്രാൻസിസ്റ്ററും ഷോർട്ടാണോ അതോ ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഷോർട്ടാണോ എന്നുള്ളത്. നമ്മൾ കാല് ഇതിൻ്റെ ലെഗ് ഏതെങ്കിലും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്താലേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സൈഡ് നമ്മുടെ നെഗറ്റീവ് സൈഡാണെന്ന് തോന്നുന്നു. നെഗറ്റീവ് സൈഡിലെ എല്ലാ ട്രാൻസിസ്റ്ററും നല്ല ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്കത് വിശദമായിട്ട് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ഓരോ ലെഗുകൾ വെച്ച് ഡീസോൾഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ബോർഡിൽ നിന്ന് ട്രാൻസിസ്റ്റർ റിമൂവ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഡയോഡിൻ്റെയും സ്വിച്ചിങ് മോസ്ഫെറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഓരോ ലെഗുകൾ വെച്ച് ബോർഡിൽ നിന്ന് നമ്മൾ ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഏതൊക്കെ ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് വീണ്ടും ഒന്ന് കണ്ടിന്യൂറ്റി മോഡിലിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇതിനകത്തെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ A2151 എന്ന നമ്പറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡിൽ വന്നിരിക്കുന്നത് A2151 എന്ന ട്രാൻസിസ്റ്ററാണ്. അതേപോലെ പോസിറ്റീവ് സൈഡിൽ കിടക്കുന്നത് വേറെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഡയോഡ് ആദ്യമേ ചെക്ക് ചെയ്യണം. ഡയോഡ് നമ്മൾ ഒരു ലെഗ് അഴിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നില്ല. ഡയോഡ് നോർമൽ റീഡിംഗ് ആണ് കാണിക്കുന്നത്. നമ്മൾ മോസ്ഫെറ്റ് അടുത്ത് ചെക്ക് ചെയ്യുന്നു. മോസ്ഫെറ്റും ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നില്ല. നേരത്തെ ഷോർട്ട് കാണിച്ചതായിരുന്നു, ഇപ്പം നോർമലായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററാണ്, അത് ചെക്ക് ചെയ്യുന്നു. അത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യണം. ഇതിൽ 4 സെയിം നമ്പർ ട്രാൻസിസ്റ്റർ കാണിക്കുന്നത്. അതിൽ അങ്ങേ അറ്റത്തെ ട്രാൻസിസ്റ്റർ ഡ്രൈവർ സെക്ഷനിൽ വരുന്നതാണ്. ഈ
ഇപ്പം ചെക്ക് ചെയ്യുന്ന ആദ്യത്തെ 3 ട്രാൻസിസ്റ്ററുകളാണ് ഔട്ട്പുട്ട് സെക്ഷനിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ട്രാൻസിസ്റ്റർ ഇപ്പം ഷോർട്ടായിട്ടാണ് കാണിച്ചത്. ഈ ട്രാൻസിസ്റ്റർ ഡ്രൈവർ സെക്ഷനിലായിട്ടാണ് വരുന്നത്. പക്ഷേ അത് കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല, അത് നോർമൽ റീഡിങ്ങാണ് കാണിക്കുന്നത്, അത് ഷോർട്ടല്ല. ബാക്കി ഔട്ട്പുട്ട് സെക്ഷനിലെ 3 ട്രാൻസിസ്റ്ററുകളും ഷോർട്ടായിട്ടാണ് റീഡിങ് കാണിക്കുന്നത്. അപ്പം നമുക്കത് എന്തായാലും റീപ്ലേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമുക്കത് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതേപോലെ ഇപ്പം ബോർഡ് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. നമ്മൾ ബേസിക്കായിട്ട് ബോർഡ് വെച്ചുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് ചെക്കിങ് നടത്തിയെന്നേ ഉള്ളൂ. ഇതിലിനിയും കമ്പോണൻസുകൾ ഷോർട്ടായിട്ട് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോർഡ് ആംപ്ലിഫയറിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും കമ്പോണൻസുകൾ ധാരാളമുണ്ട്, എല്ലാം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ചെക്കിങ്ങിൽ നമുക്ക് ഈ 3 ട്രാൻസിസ്റ്ററുകൾ ഷോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. A2151 എന്ന ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഔട്ട്പുട്ടിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 3 ട്രാൻസിസ്റ്ററുകൾ ഔട്ട്പുട്ടിൽ വരുന്ന 3 ട്രാൻസിസ്റ്ററുകൾ പോയിട്ടുണ്ട്. C6011 അപ്പുറത്തെ സൈഡിൽ ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ 3 ട്രാൻസിസ്റ്റർ ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. 3 ഷോർട്ടായിട്ടാണ് നമുക്ക് കിട്ടിയത്. പഴയപടി തന്നെ നമ്മുടെ മോസ്ഫെറ്റിൻ്റെ ലെഗുകൾ വീണ്ടും തിരിച്ച് ബോർഡിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. 3 ട്രാൻസിസ്റ്റർ നമ്മൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബോർഡ് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് റിമൂവ് ചെയ്ത് ബാക്ക് സൈഡാണ് കാണുന്നത്. ബോർഡിൻ്റെ ബാക്ക് സൈഡല്ല, ഫ്രണ്ട് സൈഡായിട്ട് വരും അത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ട്രാക്കൊക്കെ ബേണായിട്ടുള്ള ഭാഗം കാണാം. ഒരു ട്രാക്ക് നല്ല രീതിയിൽ ബേണായിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു ഡയോഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തു, അതും ഷോർട്ടായിരുന്നു. അപ്പം ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി കമ്പൗണ്ടുകൾ ഷോർട്ടായിട്ട് കിട്ടി. അവിടെ ഒരു ഒക്ടോ കപ്ലർ IC ആയിരുന്നു, A2601, അത് റിമൂവ് ചെയ്തു. ഇവിടെ 2 മോസ്ഫെറ്റുകളായിരുന്നു, N ചാനൽ മോസ്ഫെറ്റും P ചാനലും. അതേപോലെ BC549, BC548, അങ്ങനെ 2 ട്രാൻസിസ്റ്റർ ഷോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിപ്പോൾ ചെക്കിങ്ങിൽ ഷോർട്ടായിട്ട് കിട്ടിയ കമ്പൗണ്ട്സാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 2.2 ഓം റെസിസ്റ്റർ ഉണ്ട്, അതും ഷോർട്ടായിരുന്നു. ഇവിടെ 2 1N48 ഡയോഡ്, അതേപോലെ ഒരു 10K റെസിസ്റ്റർ, ഇതെല്ലാം വേണമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ആയിരുന്നു, ഞാൻ ചെക്ക് ചെയ്യാൻ അയച്ചാൽ അത് കംപ്ലൈൻ്റ് ഇല്ല, അത് ഞാൻ തിരിച്ചവിടെ റീസെറ്റ് ചെയ്യും. അപ്പം ഇത്രയും കമ്പൗണ്ട്സ് നമുക്ക് ഷോർട്ടായിട്ട് കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ പ്രിൻ്റ് കത്തിപ്പോയിട്ടുണ്ട്. അപ്പം ഡാമേജായ കമ്പൗണ്ട്സിന് പകരം പുതിയ കമ്പൗണ്ട്സുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ട്രാൻസിസ്റ്ററുകളും എല്ലാ കമ്പൗണ്ട്സുകളും പുതിയത് റീപ്ലേസ് ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആംപ്ലിഫയർ ഓണാക്കി നോക്കണം. അപ്പം എല്ലാം പുതിയ കമ്പൗണ്ട്സാണ് നമ്മൾ പർച്ചേസ് ചെയ്ത്. അപ്പം നമ്മൾ ഡാമേജായ കമ്പൗണ്ട്സ് എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2.2 ഓംസിൻ്റെ ഒരു SMD റെസിസ്റ്റർ, അതേപോലെ ഒരു 2 മോസ്ഫെറ്റുകൾ N ചാനലും P ചാനലും, അതേപോലെ BC547 49, പിന്നെ ഒരു 1N4007 ഡയോഡ്, 4148 SMD, പിന്നെ 10Kയുടെ ഒരു റെസിസ്റ്റർ SMD ആയിരുന്നു, അതേപോലെ 4148, പിന്നെ നമ്മുടെ ഒക്ടോ കപ്ലർ IC അതും റീപ്ലേസ് ചെയ്തു, പുതിയത് അതും റീപ്ലേസ് ചെയ്തു. ഇത്രയും കമ്പൗണ്ട്സ് നമുക്ക് ഷോർട്ടായിട്ട് കിട്ടിയതാണ്, അതെല്ലാം നമ്മൾ പുതിയത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കത്തിപ്പോയ ട്രാക്കിന് നമ്മൾ ചെറിയ ജമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അത് പിന്നെ കൊടുക്കുന്നതായിരിക്കും. നമ്മളിപ്പം ഇവിടെ നമ്മൾ പുതിയ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടിൽ ഇട്ടിട്ടുണ്ട്. ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ A2151, പുതിയത് 3 വാങ്ങിച്ചതാണത്. അതിൻ്റെ നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. A2151 യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബോർഡിൻ്റെ വർക്ക് ഒരുവിധം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആംപ്ലിഫയർ ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.
അപ്പോൾ നമ്മൾ ബോർഡ് ആംപ്ലിഫയറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സപ്ലൈകൾ കൊടുക്കണം. ഇതിനകത്ത് ഈ ബോർഡിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ പോയിൻറ്റുകളും ഏത് കണക്ഷൻ വരുന്നതാണെന്നുള്ള എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബോർഡിൽ മെയിനായിട്ട് നമുക്ക് 4 സപ്ലൈയും പിന്നെ അടിയിലായിട്ടൊരു കണക്ടർ ആണ് വരുന്നത്. സപ്ലൈയും പിന്നെ ഒരു സ്പീക്കറിൻ്റെ വയറാണ്. അപ്പം നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഡസ്റ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. അത് അഴിക്കാനായിട്ട് നമുക്കൊരു സ്ക്രൂ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കൈ ഉപയോഗിച്ച് തന്നെ അഴിക്കാം. ഇത് നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത് നമുക്ക് തന്നെ യൂസറിന് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പം ഫ്രണ്ടിൽ കൂടെയാണ് നമ്മുടെ എയർ ഉള്ളിലേക്ക് ഫാൻ വലിച്ചെടുത്ത് കൂളിങ്ങിന് എടുക്കുന്നത്. അപ്പം അതിന് വരുന്ന പൊടികളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഡസ്റ്റ് ഫിൽറ്റർ, ഇതാണ് ഡസ്റ്റ് ഫിൽറ്റർ. ഞാൻ അപ്പം ക്ലീൻ ചെയ്തിട്ടാണ്, നല്ല പൊടിയായിരുന്നു. സർവീസിന് വന്നപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതാണ്. അതേപോലെ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിക്കർ. ഇങ്ങനെ സ്റ്റിക്കർ ഒരിക്കലും ഒട്ടിക്കാൻ പാടില്ല. ഇത് ഈ ഗ്രില്ലിൻ്റെ ഫ്രണ്ടിൽ, അതുവഴിയാണ് നമ്മുടെ കൂളിങ്ങിന് വേണ്ടുന്ന എയർ വലിച്ചെടുക്കുന്നത്. അപ്പം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുകയും ആംപ്ലിഫയർ ഓവറായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതേപോലെ സർവീസിന് എടുക്കുമ്പോൾ അപ്പോൾ ഓരോ പരിപാടി കഴിയുമ്പോഴും നല്ല പൊടിയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡസ്റ്റ് ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഡസ്റ്റ് ഫിൽറ്റർ അതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ ഗ്രില്ല് കയറ്റിയിട്ട് ആ സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡസ്റ്റ് ഫിൽറ്റർ വെക്കുക. അതിന് ശേഷം ഫ്രണ്ടിൽ ഗ്രില്ല് വെച്ച് സ്ക്രൂ ചെയ്താൽ മതി. നമുക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. കയറ്റി വെക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയി. ഇപ്പം കറക്റ്റായിട്ട് വെച്ച് സ്ക്രൂ ഹാൻഡ് ടൈറ്റ് മതി. കൈ കൊണ്ട് അഴിക്കത്തക്ക രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഫ്രണ്ടിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും അതേപോലെ ഉണ്ട്. രണ്ടാമത് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ. 3 വോളിയം കൺട്രോൾ വരുന്നുണ്ട് ഓരോ ചാനലും. അതേപോലെ ഇൻഡിക്കേഷൻ, വി യു മീറ്റർ, പിന്നെ അതേപോലെ ഓരോ ചാനലും മ്യൂട്ട്, ഹൈ ഫ്രീക്വൻസി പ്രൊട്ടക്ഷൻ, അങ്ങനെ എല്ലാം ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് നമ്മുടെ ഫ്രണ്ട് പാനലിലാണ് വരുന്നത്. വി പി എൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പീക്ക് ലിമിറ്ററും സി പി എൽ എന്ന് പറയുന്ന കറണ്ട് പീക്ക് ലിമിറ്ററും ആണ്. അതേപോലെ തന്നെ പി എ എൽ എന്ന് പറഞ്ഞാൽ പവർ ആവറേജ്, ടോട്ടൽ പവർ എസ് എക്സ് ആവുന്നുണ്ടെങ്കിൽ കത്തുന്നാൻ വേണ്ടി ഒരു ക്ലിപ്പ് പോലുള്ള ഒരു LED ആണ്. അപ്പോൾ ആംപ്ലിഫയറിൽ ബോർഡ് ഫുള്ള് ഫിറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ സപ്ലൈ ലൈനും സ്പീക്കർ ഔട്ട്പുട്ട് ലൈനും എല്ലാം കൊടുത്തു. അതേപോലെ അടിയിലുള്ള കണക്ടറെല്ലാം കണക്ട് ചെയ്തു. പിന്നെ 2 ജമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അടിയിൽ കത്തിപ്പോയ ട്രാക്കിന് പകരം. ഇപ്പം നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ആംപ്ലിഫയർ ഇപ്പം പ്രൊട്ടക്ഷനൊന്നുമില്ല, നോർമലായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ജസ്റ്റ് പവർ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഫാനെല്ലാം നിന്നത് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഓൺ ആക്കുവാണ്. അപ്പം മ്യൂട്ടിൽ ഒഴിവായി നോർമലായിട്ട് ആംപ്ലിഫയർ ഓണായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ.